ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഇന്നലെ ചെയ്ത എയർലൈൻ കുർത്തിയുടെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് തുണി തികയത്തില്ല, സ്ലീവ് നേരെ കട്ട് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് തുണി കിട്ടാതെ എങ്ങനെയാണ്, അപ്പോൾ ഈ തുണി നാലായിട്ടാണ് ഇപ്പോൾ ഞാൻ മടക്കിയിട്ടേക്കുന്നത്. എന്നിട്ടത് മുകൾ ഭാഗം ലെവലിൽ നിന്ന് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത്ര ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പം എനിക്കിവിടെ 18 ഇഞ്ച് ലെങ്താണ് വേണ്ടത്, അത്രയും ഇവിടെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ച് താഴ്ഭാഗവും വരച്ചെടുക്കുന്നു. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ 18 ഇഞ്ച് എടുക്കുന്നത്. എനിക്ക് ലെങ്ത് 16.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുക്കത്തില്ല, അപ്പോൾ നമുക്ക് പീസ് ചേർത്ത് വേണം നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പം നമ്മളതെങ്ങനെയാണെന്നൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനി 8.5 ഇഞ്ച് കൈക്കുഴി 8 ഇഞ്ച് ആണ്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് ചേർക്കുന്നുണ്ട്. 1.5 തന്നെയല്ല, 2. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചേർപ്പ് വരുന്നുണ്ട്. 2 ഇഞ്ചോളം 2 ഇഞ്ച് കൂടുതൽ തയ്യൽ തുമ്പ് ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള തുണി വേണം. ഇത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് 10.5 ഇഞ്ച് വേണം. അപ്പം നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ അതേപോലെ ഒരു തുണി എടുത്ത് രണ്ട് തുണിയാണ് പീസാണ്, അത് 4ആയിട്ട് മടക്കിയിടും. ഇതിനോട് ചേർത്ത് വയ്ക്കും. എന്നിട്ട് ഇതിങ്ങോട്ട് കയറ്റി വയ്ക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് പോകുന്നതിന് വേണ്ടി അതിനോട് ചേർത്ത് വയ്ക്കും. എന്നിട്ട് നമ്മളതിൻ്റെ അത് 4 പീസ്, ഇത് 4 പീസ്. എന്നിട്ട് നമ്മൾ ആ കൈക്കുഴി ഇട്ടും അതിൻ്റെ കൂടെ 10 ഇഞ്ചോളം അളന്നെടുക്കണം. മറ്റേ തയ്യൽ തുമ്പ് അവിടെ ചേർത്തത് കൊണ്ട് ഇനി 10 ഇഞ്ച് അളന്നെടുക്കണം. നമ്മൾ ആ 10 ഇഞ്ച് അളന്നെടുത്ത് എന്നിട്ട് സ്കെയിൽ വെച്ച് അതും കൂടെ ലെവലാക്കുന്നു, ഷേപ്പ് ലെവലാക്കുന്നു. എന്നിട്ട് ആ 10 ഇഞ്ചിൻ്റെ അപ്പം 10 ഇഞ്ചുണ്ട്. ഇപ്പം ആ 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ടൊരു 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തും. ആ 3 ഇഞ്ച് ഇനി കൈക്കുഴിയുടെ ഷേപ്പ് ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ക്രോസിലൊരു വര വയ്ക്കും, ആ കൈക്കുടിയുടെ ഷേപ്പ് വരുത്താൻ വേണ്ടി. എന്നിട്ട് അതിനെ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുന്നു. 8 ഇഞ്ചിൻ്റെ പകുതി 4 ഇഞ്ച് അടയാളപ്പെടുത്തി, ആ 4 ഇഞ്ചിന് പകുതി 2 ഇഞ്ച് വീതം 2 സൈഡിലും അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ആ 2 ഇഞ്ചിൻ്റെ മുകളിൽ 1/2 ഇഞ്ച്, താഴെ 1/4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുഴിച്ച് ഇങ്ങനെ ഷേപ്പിൽ വരച്ചെടുക്കുന്നു. ഇനി കൈയുടെ വണ്ണമാണ്, കൈവണ്ണം 10 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ നേർപകുതി 5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്കത് വരച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ആ രണ്ടാമത്തെ പീസിന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിലും ഓരോന്ന് 4 സൈഡിലും ചേർത്ത് വേണം തയ്ക്കാൻ. എന്നാലേ കൈയുടെ ഇത് കിട്ടത്തുള്ളൂ. ആ കൈ നല്ലപോലെ കിട്ടണം. അന്നേരം ഇങ്ങനെയാണ് ഈ കൈ കട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാലൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ. താങ്ക് യു.